അതിദാരിദ്ര്യം തുടച്ചു നീക്കി പട്ടിണി ഇല്ലാതെയായി. 62 ലക്ഷം മനുഷ്യർക്ക് പെൻഷൻ നൽകുന്നു. 2000 രൂപ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ഗുജറാത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലില്ല. 2000 രൂപ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. അതിനു പുറമെ 35 വയസ്സായാൽ വീട്ടമ്മമാരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടു, കൊടുക്കാൻ പോകുന്നു. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് 1000 രൂപ അപേക്ഷിച്ചവർക്കെല്ലാം കൊടുത്തു. അക്കൗണ്ടിൽ പണം വന്നു. അപേക്ഷ ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. 5 ലക്ഷം മനുഷ്യർ ഇപ്പോ ഈ 15-ാം തീയതി അതിന്റെ സംസ്ഥാനതല ആഘോഷം നടക്കാൻ പോവാണ്. 5 ലക്ഷം മനുഷ്യർക്ക് സുരക്ഷിതമായ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. ഒരു വീട്ടിൽ 4 പേരുണ്ട് എന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം മനുഷ്യരാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത്, 1ഉം 2ഉം LDF ഗവൺമെന്റുകളുടെ കാലത്ത് സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. പല കാര്യങ്ങളിൽ LDF-നെ വിമർശിക്കുന്നവരുണ്ടാവാം. ഒരടിസ്ഥാനവുമില്ലാതെ LDF-നെതിരെ ആക്രമണം അഴിച്ചുവിടുന്നവരുണ്ടാവാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 20 ലക്ഷം മനുഷ്യർക്ക് സുരക്ഷിതമായ വീട് നൽകാൻ കഴിഞ്ഞു എന്ന ഒറ്റ കാരണം മതി മലയാളിയുടെ മനസ്സിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത നന്മയുടെ നേർചിത്രമായി LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പവർ കട്ടില്ലാത്ത നാടായി നമ്മുടെ നാട് മാറി. വൻകിട വികസന പദ്ധതികൾ ഞാൻ ഓരോന്നായിട്ട് ഇവിടെ എണ്ണി പറയുന്നില്ല. നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ, ആശുപത്രികളിൽ വന്ന മാറ്റം, ഇതെല്ലാമാണ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി കേരളത്തെ മാറ്റിയത്. ലോകം വിസ്മയിക്കുന്നത് ഈ കാരണങ്ങളാലാണ്. എങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസ വ്യാപനത്തിന്റെ കാര്യത്തിൽ അമേരിക്കയെ കീഴടക്കാൻ കേരളത്തിന് കഴിഞ്ഞു? എങ്ങനെ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കീഴടക്കാൻ കേരളത്തിന് കഴിഞ്ഞു? എങ്ങനെ ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം തുളച്ചു നീക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളം മാറി? ഇതൊക്കെയാണ് വിസ്മയം. ഇതാണ് കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, പഠിക്കാൻ ആളുകൾ കൂടുതലായി നമ്മുടെ നാട്ടിലേക്ക് വരാൻ കാരണം.